നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്യാജ ബോംബ് ഭീഷണി നടത്തി യുവതി കസ്റ്റഡിയിലായിരിക്കുകയാണ്. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഹെൽപ്പ് ലൈനിലേക്ക് വ്യാജ ബോംബ് ഭീഷണി വരികയായിരുന്നു. ജൂൺ 26-നാണ് സംഭവ വികാസങ്ങൾ. പിന്നീട് മനസ്സിലാക്കാനായത് യുവതി ബോംബ് ഭീഷണി മുഴക്കിയത് തന്റെ കാമുകൻ മുംബൈയിലേക്കുള്ള വിമാനത്തിൽ കയറുന്നത് തടയാനായിരുന്നു എന്നാണ്. ബംഗളൂരുവിൽ നിന്ന് മുംബൈയിലേക്ക് പറക്കാനിരുന്ന കാമുകൻ മിർ റാസ മെഹ്ദി തന്റെ ലഗേജിൽ ബോംബ് കരുതിയിരുന്നതായി ഇന്ദ്ര രാജോർ എന്ന യുവതി എയർപോർട്ട് അധികൃതരെ അറിയിക്കുകയായിരുന്നു. മെഹ്ദിയെ വിശദമായി പരിശോധിച്ചു, പക്ഷേ സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പൊതുദ്രോഹത്തിലേക്ക് നയിക്കുന്ന പ്രസ്താവനകൾ നടത്തിയതിന് യുവതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പരിശോധന നടത്തിയതോടെ ഇരുവരും അന്ന് വൈകുന്നേരം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തി. വ്യാജ കോൾ വിളിക്കുന്നതിന് മുമ്പ് അവർ ഡിപ്പാർച്ചർ ലോഞ്ചിൽ സംസാരിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കാമുകനുമായുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഇത്തരത്തിലൊരു വ്യാജ ഭീഷണി മുഴക്കിയതെന്ന് യുവതി സമ്മതിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം സമാനമായ സംഭവ വികാസങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈയിടയ്ക്ക് കരിപ്പൂരിൽ ഇത്തരത്തിലൊരു സംഭവമുണ്ടായി. വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നു. ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലെ സീറ്റിൽ നിന്ന് കുറിപ്പ് കിട്ടി. തുടർന്ന് ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പ്രാഥമിക നിഗമനം അനുസരിച്ച് ഭീഷണി വ്യാജമാണെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. വിമാനം രാവിലെ 5 മണിയോടെ പുറപ്പെടേണ്ടതായിരുന്നു. പരിശോധനകൾക്ക് ശേഷം ഉടൻ വിമാനം പുറപ്പെട്ടു. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു ദുബായിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം വന്നത്. ഡൽഹി വിമാനത്താവളത്തിലെ ഓഫീസിൽ ഇമെയിൽ മുഖേനയാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിമാനം ദുബായിലേക്ക് തിരിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് വിമാനത്തിൽ ബോംബ് വെച്ചതായി സന്ദേശം എത്തിയത്. തുടർന്ന് ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ വിമാനത്തിനുള്ളിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ബോംബ് സ്ക്വാഡ് അറിയിച്ചു. തുടർന്ന് വിശദമായ പരിശോധനകൾക്കായി വിമാനം ബേയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് പ്രതിസന്ധിയിലായ യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതരും അറിയിച്ചിരുന്നു. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന വ്യാജ കോളുകളുടെ പരമ്പരയിൽ ഇതും ഉൾപ്പെടുന്നു. വ്യാജ ബോംബ് ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, അടുത്തിടെ ഡൽഹിയിൽ നിന്ന് കാനഡയിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിലും ബോംബ് ഭീഷണി സന്ദേശം കിട്ടിയിരുന്നു. തുടർന്ന് അടിയന്തരമായി വിമാനം തിരിച്ചിറക്കി. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള 13 വയസ്സുകാരനാണ് വ്യാജ സന്ദേശം അയച്ചതെന്ന് കണ്ടെത്തി. ഇത്തരത്തിലുള്ള ഒരു സംഭവം വീണ്ടും വർദ്ധിക്കുന്നു എന്നാണ് ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മാത്രമല്ല പറ്റിക്കാനും ഒക്കെയാണ് ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി വിമാനത്തിലേക്ക് അയക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.